ആനകളെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. മുതിർന്നവരായാലും കുട്ടികളായാലും ആനകളെ കാണാൻ, തൊടാനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എൻ്റെ മോൻ 1.5 വയസ്സേ ഉള്ളൂ. ഇതുവരെ ആനയെ കണ്ടിട്ടില്ല. അപ്പോൾ ആനകളെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കോന്നി എക്കോ ടൂറിസത്തിൽ വന്നത്. പത്തനംതിട്ട ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലും കോന്നി പരിസര പ്രദേശങ്ങളിലുള്ളവരും ഇതിനെ ആനക്കൂട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ എന്നുള്ള ബോർഡ് നിങ്ങൾ കണ്ടില്ലേ? 9:30 മുതൽ 6:30 വരെയാണ് ഇതിനകത്തേക്ക് പ്രവേശന സമയം കൊടുത്തേക്കുന്നത്. അപ്പം ആ ടിക്കറ്റ് കൗണ്ടറിനകത്തുള്ള കാണുന്ന റൂമാണത്. അവിടെ കോന്നി എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ബ്രോഷറാണ് ആ ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ടിക്കറ്റ്. ഞങ്ങൾ ഇതുവഴിയാണ്, ആ കെട്ടിടത്തിനുള്ളിൽ കൂടെ തന്നെ ഉള്ളൊരു വഴിയാണ്, ഇതുവഴിയാണ് അകത്തേക്ക് കയറുന്നത്. ഇതാണ് ആനകളെ ഇടുന്ന കൂട്. മദമൊക്കെ പൊട്ടുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും ഈ കൂട് ഉപയോഗിക്കുന്നത്. സൈഡിൽ കാണുന്നതാണ് ഒരു സ്റ്റാച്യു. ഇതുവഴി നേരെ മുകളിലേക്ക് പോകണം. ചെറിയൊരു കുന്നുപോലെയാണ്. മുകളിലേക്ക് നടന്നു പോയാൽ ആ പ്രദേശത്താണ് ഇവിടെ കാണാൻ വന്നിട്ടുള്ള ആളുകളെല്ലാം. താഴ്ഭാഗത്താരുമില്ല. ഒരു 2 തട്ട് പോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. നല്ല വൃത്തിയിലാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. ധാരാളം ഉദ്യോഗസ്ഥർ സമീപത്തൊക്കെ കാണാം. ഇതുവഴി ഞങ്ങൾ ഈ നോക്കി നടക്കുന്നത് ആനകളെയാണ്. എവിടെയാണ് ഈ ആനകളെ കിട്ടിയിട്ടിരിക്കുന്നതെന്ന് അറിയാനെ കൊണ്ടാണ്. ഇതുവഴി മേളിലേക്ക് നടക്കണം. അവിടെയാണ് ആനകളുള്ളത്. ജീവിവർഗം എന്ന് പറയുന്നത് ആനകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള മരങ്ങളാണ്. അപ്പോൾ ഇതുവഴി മേളിലേക്ക് പോകണം. ഇതാണ് ആനക്കൂട് അല്ലെ പന്തൽ എന്ന് പറയുന്നത്. മേളിലേക്ക് പോകണം. ഓരോരോ ആനകൾക്ക് ഓരോരോ പന്തൽ വീതമാണ് ഉള്ളത്. ആ ആനകളുടെ അടുത്ത് അവയുടെ പേരും വയസ്സും രേഖപ്പെടുത്തിയ ഒരു ബോർഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണുന്ന ആനയാണിത്. പിടിയാനയാണ്, കൊമ്പില്ല. കണ്ടില്ലേ ആൾ കാണിക്കുന്നത്? ഇവ എന്നാണ് പേര്. വയസ്സ് 23 ഉണ്ട്. ആൾ കഴിക്കുകയാണ്. തൊട്ടടുത്ത് നിൽക്കുന്നത് അതും പിടിയാന തന്നെയാണ് കേട്ടോ. പിടിയാന തന്നെയാണ്. തേറ്റ എന്നല്ലേ പറയുന്നത് പിടിയാനയുടെ? കൊമ്പില്ലല്ലോ, കൊമ്പില്ല, തേറ്റയാണുള്ളത്.